ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മുടി ഒന്നും നോക്കണ്ട, ഫുൾ അലമ്പായിട്ടിരിക്കുക. ഞാനിപ്പോൾ അമ്മയുടെ കൂടെ വന്നിട്ട് സ്ഥലത്തൊക്കെ പോയിട്ട് വന്നതേ ടക്കെന്ന് കയറി ഇരുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഈ വ്ളോഗിൻ്റെ ഇൻട്രോ ഞാൻ എടുക്കുന്നത്. എൻ്റെ അടുത്ത് എല്ലാവരും എന്ന് വെച്ചാൽ എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര്, എനിക്ക് എൻ്റെ വെൽ വിഷേഴ്സും ഒത്തിരി പേര്, എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൻ്റെ റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെ വളരെ ചുരുക്കം 2-3 ക്ലോസ് ഫ്രണ്ട്സ് പിന്നെ ഫാമിലിയുടെയും ഞാൻ റിയാക്ഷൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതായത് ഞാൻ സ്പോട്ടിൽ പറഞ്ഞപ്പോൾ ഉള്ള റിയാക്ഷൻ വീഡിയോ അല്ല, വാട്ട് ദേ ഫെൽറ്റ് വെൻ ഐ ടോൾഡ് ദെം ഓർ വെൻ ദേ കെയിം ടു നോ അബൌട്ട് മൈ പ്രഗ്നൻസി. അപ്പോൾ എല്ലാവരും അവരുടേതായ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള എടുത്തിട്ടുണ്ട്. ബിക്കോസ് ഞാനിത് അമ്മയടുത്ത് പറഞ്ഞത് പോലും ഡയറക്റ്റായിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നല്ല പറഞ്ഞത്, ഡൗട്ട് ഉണ്ടെന്നുള്ള പോലെയായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അത് റിയാക്ഷൻ വീഡിയോ ഇട്ട് ടിപ്പിക്കൽ ഒരു വീട്ടിലൊക്കെ എടുക്കുന്ന പോലെ എടുക്കാൻ പറ്റിയിട്ടില്ല. അത് അശ്വിൻ്റെ മാത്രമേ കിട്ടിയുള്ളൂ, വേറെ ആരുടെയും കിട്ടിയിട്ടില്ല. സോ ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് റിയാക്ഷൻ വീഡിയോ. ഞാനിപ്പോൾ ഇവിടെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക്, അശ്വിൻ വന്നിട്ടില്ല. അശ്വിനും ഞാനും കൂടെ ഇൻട്രോയിൽ ഇരിക്കാമെന്ന് വെച്ചാൽ വന്നത്. പക്ഷേ വ്ളോഗ് ഇന്നിപ്പോൾ പോസ്റ്റ് ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതങ്ങ് എടുത്തത്. സോ അശ്വിൻ വിൽ അണ്ടർസ്റ്റാൻഡ്, സോ ഇറ്റ്സ് ഫൈൻ. അശ്വിൻ എന്തായാലും അവൻ്റെ അമ്മയുടെ കൂടെ ഉള്ള ഇൻട്രോയ്ക്കകത്തുണ്ട്. സോ ഞാൻ അവള് വലിച്ചു നീട്ടുന്നില്ല. ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ദ വ്ളോഗ്. ബൈ. അല്ല, കണ്ടിന്യൂ വാച്ചിങ്. ഓസി പ്രഗ്നൻ്റ് ആണ് എന്ന ന്യൂസ് അറിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലെ ഓരോ മെമ്പേഴ്സും എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് എന്നറിയണം എന്ന് പറഞ്ഞ് ഓസിക്ക് ധാരാളം റിക്വസ്റ്റ് വരുന്നുണ്ട്, അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓസി എന്നോട് പറഞ്ഞു എൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു എന്ന് ഓസിക്കൊന്ന് വീഡിയോ എടുത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഓരോ ആൾക്കാരും എങ്ങനെയാണ് ഫസ്റ്റ് ആ ന്യൂസ് കേട്ടപ്പോൾ റെസ്പോണ്ട് ചെയ്തത്, റിയാക്ട് ചെയ്തത്, ഓരോരുത്തർക്കും എന്താണ് അപ്പോൾ തോന്നിയത്. എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ ഓസി ആണ് ഈ കാര്യം ആദ്യം എന്നോടാണ് പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ എന്ന് വെച്ചാൽ ഒരു ഡൗട്ടുണ്ട് എന്നുള്ള കാര്യം എന്നോടാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഞാൻ വളരെ കാഷ്വലായിരുന്നു. എനിക്കത് കേട്ടപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഓവർ എക്സൈറ്റ്മെൻറ്റ് വലുതായിട്ട്, എന്താണ് എൻ്റെ മനസ്സിലാണ് നോക്കാം, നമുക്ക് കൺഫേം ചെയ്യാം, നമ്മളത് ചാടിക്കയറി എല്ലാവരോടും പറയുന്നതിനൊക്കെ മുമ്പേ വി ഹാവ് ടു കൺഫേം, നിങ്ങൾക്ക് തോന്നിയത് കറക്റ്റാണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആദ്യത്തെ ഒരു ചിന്ത. അല്ലാതെ വാവ് കൺഗ്രാറ്റ്സ് അങ്ങനെയൊന്നും ഞാൻ ആദ്യം പറയാൻ നിന്നില്ല. ഞാനാണോ ഓക്കെ നോക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. എന്നിട്ട് പിന്നെ ഞാൻ ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ആ ഒരു ബേസിക് ഒരു ചെക്ക് ഉണ്ടല്ലോ, ബ്ലഡ് ആൻഡ് യൂറിൻ ചെക്ക് ചെയ്ത്. അപ്പോൾ അന്ന് ആ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തതിൽ ഒന്നിലത് പോസിറ്റീവ് കാണിച്ചു, വേറെ ഏതിലാണെന്ന് മറന്നുപോയി, ഒന്നിലത് പോസിറ്റീവായിട്ടല്ല കാണിച്ചത് ബ്ലഡിൽ. അപ്പോഴും ഞാനിങ്ങനെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പോൾ എൻ്റെ ഡോക്ടർ ഫ്രണ്ട് പുള്ളിക്കാരി പറഞ്ഞ് കുറച്ചിപ്പോൾ ബിഗിനിങ് അല്ലേ, മേ ബി ഒരു നെക്സ്റ്റ് ബ്ലഡ് ടെസ്റ്റിലായിരിക്കും നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നതാണ് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് അപ്പോൾ ഞാനാണ് വീട്ടിലെ അമ്മുനോട് ഇഷാനി ഹൻസിനോടൊക്കെ പറഞ്ഞു, ഓസി പ്രഗ്നൻ്റ് ആണെന്നൊരു ഡൗട്ടുണ്ട്, എന്നാലും നമുക്കത് ഒന്നും കൂടെയൊക്കെ കൺഫേം ചെയ്താലേ നമുക്കത് എല്ലാവരും ഇപ്പോൾ എൻ്റെ പാരൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ചാടിക്കയറി പറയുന്നതിന് മുമ്പ് എനിക്കൊരു പക്ക കൺഫർമേഷൻ വേണമായിരുന്നു. അതുകൊണ്ട് പ്രോപ്പറായിട്ട് വീണ്ടും അതിൻ്റെയൊക്കെ കൺഫർമേഷൻ ഒന്ന് കിട്ടിയിട്ടാണ് ഞാൻ വീട്ടിലെ മറ്റ് മെമ്പേഴ്സിനോട് പറയുന്നത്. കിച്ചുവിനോട് ഞാനിങ്ങനെ ആദ്യം പറഞ്ഞിരുന്നു, ചെറിയൊരു ഡൗട്ടുണ്ട്, കിച്ചു ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് പറയുന്നത്. അപ്പോൾ കിച്ചു വളരെ കാഷ്വൽ. എനിക്കൊണ്ട് ഞാൻ കുറേ പ്രാവശ്യം പ്രഗ്നൻ്റ് ആവുകയും കുറേ പിള്ളേരൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു പ്രഗ്നൻസി എന്നുള്ളൊരു ന്യൂസിന് നമ്മളൊരു പക്ക കൺഫർമേഷൻ ആവുന്നതുവരെ മനസ്സിൽ അതിനൊരു വളരെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടോ അങ്ങനെയൊന്നും എടുക്കാതെ വളരെ നോർമലായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തത്. ആൻഡ് അപ്പോൾ ഐ ഫെൽറ്റ് ഹാപ്പി. എല്ലാ ടെസ്റ്റും ഓക്കെ ആയപ്പോൾ ഐ ഫെൽറ്റ് ഹാപ്പി ബിക്കോസ് ഓസി കുഞ്ഞിനെ എപ്പോഴും പറയുന്നൊരു കാര്യമായിരുന്നു, ഓസിക്ക് വളരെ യങ് ആയിട്ട് തന്നെ കല്യാണം കഴിക്കണം, നേരത്തെ തന്നെ കുഞ്ഞുങ്ങൾ വേണം, എന്നെയൊക്കെ പോലെ അങ്ങനെ എപ്പോഴും ഓസി പറയുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചാൽ ഓസിയുടെ ഒരു ആഗ്രഹമായിരുന്നല്ലോ അധികം ലേറ്റ് ആവാതെ കുട്ടികളാകണം എന്നൊക്കെ ഉള്ളത്. സോ ഐ വാസ് വെരി ഹാപ്പി ഫോർ ഹർ. പക്ഷേ ഒരു ലണ്ടൻ ട്രിപ്പൊക്കെ ഇപ്പോൾ പ്ലാൻ ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അതെനിക്കൊരു വറിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഓസി ഇപ്പോൾ ഇതായ ട്രാവൽ എങ്ങനെയായിരിക്കും, അതായിരുന്നു എനിക്കൊരു വറി.
പിന്നെ ഓസിയുടെ അതിന് ശേഷമുള്ള എല്ലാ ഹോസ്പിറ്റൽ വിസിറ്റ്സിനും എല്ലാത്തിനും ഞാനാണ് കൂടെ പോയതും. എല്ലാത്തിനും ഐ വാസ് ലൈക്ക് ദെയർ വിത്ത് ഹർ. ഐ എം ഹാപ്പി ഫോർ ഹർ ആൻഡ് ജസ്റ്റ് വിഷിങ് ഓസി ആൻഡ് അശ്വിൻ ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ഒരു കുഞ്ഞ് വരിക എന്ന് പറയുന്ന ഇറ്റ്സ് എ വെരി 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 ഹാപ്പി ഒരു സംഭവമാണ് കേട്ടോ. ഹൻസുവിന് ശേഷം നമ്മുടെ അവിടെ ലൈക്ക് വരാൻ പോണ ഒരു നെക്സ്റ്റ് ബേബിയാണ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ്. ഒരു ബർത്ത് ഓഫ് എ ചൈൽഡ് എന്ന് പറയുന്ന ഒരുപാട് സന്തോഷമുള്ളൊരു സംഭവമാണ്. നമ്മുടെ ഒരു യൂണിറ്റ് ഓഫ് 6 അതിലിനി ഓരോ പുതിയ മെമ്പർ വരാൻ പോകുന്നു. ലൈഫ് വിൽ ചേഞ്ച്. ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ആൻഡ് ഇറ്റ് ബി കുറേ ഡിഫറൻസ് ഉണ്ടാവും ലൈഫിൽ. അത് പക്ഷേ അതൊക്കെ നമുക്ക് തന്നെ ഫേസ് ചെയ്യുമ്പോഴേ അതെന്താണെന്ന് മനസ്സിലാവും. ആൻഡ് ഓസി ആണെങ്കിൽ ഒരു ചെറിയ വേദന പോലും സഹിക്കുന്ന ഒരാളല്ല. ഇഞ്ചക്ഷന് പോകുമ്പോൾ ഇവന്നും ബ്ലഡ് ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ കരച്ചിലും ബഹളവും ഒക്കെയാണ്. ഓസി ഇതെങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പോലും എനിക്കറിയത്തില്ല. ബട്ട് എല്ലാ സ്ത്രീകളും ഫേസ് ചെയ്യുന്നൊരു സംഭവമാണല്ലോ. ലൈക്ക് ഐ മീൻ പ്രഗ്നൻ്റ് ആവുന്ന എല്ലാ സ്ത്രീകളും പ്രസവിക്കുന്ന എല്ലാവരും കുഞ്ഞുങ്ങളും നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓസി വിൽ ഫേസ് ഇറ്റ് സ്ട്രോങ്ലി എന്ന് ഐ ഹാവ് എ ഫീലിംഗ്. ഓസിയുടെ പ്രഗ്നൻസി ജേർണി എന്നെപ്പോലെ തന്നെ ഭയങ്കര വോമിറ്റിങ്ങും ടയേർഡും സിക്കും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊക്കെ പിന്നെ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ലൈക്ക് എനിക്കങ്ങനെ മാറി കിടക്കാൻ പറ്റില്ലായിരുന്നു. ഐ ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ്. ഓസിക്ക് ഭാഗ്യമുണ്ട്. ലൈക്ക് ഷീ കൻ റിലാക്സ് ആൻഡ് ഒത്തിരി പേരുണ്ട് ഓസിയെ ഹെൽപ്പ് ചെയ്യാനൊക്കെ. സോ ഇതാണ് എൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഓസിയുടെ പ്രഗ്നൻസി ഇറങ്ങിയപ്പോൾ. ഞാൻ വളരെ 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 കാമായിരുന്നു. ലൈക്ക് അത് കേൾക്കുമ്പോൾ ലൈക്ക് ആ ന്യൂസ് ഇങ്ങനെ പറയുമ്പോൾ ഓസി ഇങ്ങനെ ചെക്ക് ചെയ്തു, ഡൗട്ടുണ്ട്. അല്ലാതെ ഇവരും പക്ക കൺഫർമേഷൻ കിട്ടിയിട്ടല്ല എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ആണെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് അവരെ പോലെ തന്നെയാണ് ഞാൻ ആ ജേർണിയിലൊരു പാർട്ടായത് കേട്ടോ. നോക്കാം, നമുക്ക് കൺഫേം ചെയ്തിട്ട് പുറത്ത് പറഞ്ഞാൽ മതി എന്നൊക്കെയുള്ള പക്ക കൺഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വീട്ടിൽ അപ്പച്ചിയോട്, നമ്മുടെ ഡാഡി, അമ്മ എല്ലാവരോടും എന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. പതുക്കെയാണ് നമ്മൾ കൂടുതൽ ആൾക്കാരോടത് പറഞ്ഞത്. ഓൾമോസ്റ്റ് 3 months കഴിഞ്ഞിട്ടാണ് ഓസിയൊക്കെ തന്നെ ആ ന്യൂസ് ഞാനും പറഞ്ഞിട്ടും നമ്മൾ ആദ്യമേ ചാടിക്കയറി പറയരുത്. ബിക്കോസ് ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെ അല്ല ഈ പ്രഗ്നൻസിയൊക്കെ. പലതും ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് കുറച്ചൊന്നും ഓക്കെ ആയി എല്ലാം പക്കായിട്ടൊക്കെ ഷെയർ ചെയ്യാവോ എല്ലായിടത്തും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എനിവേ ഇതായിരുന്നു എൻ്റെ ഒരു റെസ്പോൺസ് ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് ജേർണി. ആൻഡ് എന്തൊക്കെയുണ്ട് ഇപ്പോൾ ഡെയിലി ചെയ്യാനൊക്കെ എന്തൊക്കെയുണ്ട്. ലൈക്ക് ഞാൻ പറയും ഓസി നിൻ്റെ കുഞ്ഞൊന്നായിട്ട് ഞാൻ ഇപ്പോൾ പല ബേബീസ് കഴിക്കണ ഫുഡിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ അല്പത്തേക്കും അയ്യോ എൻ്റെ പിള്ളേർക്ക് ഞാൻ ഇതൊന്നും കൊടുത്തിട്ടില്ലല്ലോ, എനിക്ക് അറിയില്ലായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കും. പറയാം നിൻ്റെ കൊച്ചൊന്ന് ഫുഡ് കഴിക്കണ കണ്ടീഷൻ ആകുമ്പോഴാണ് ഞാനിതെല്ലാം കൊടുത്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ ഐറ്റംസ് നമ്മൾ വളരെ കുറച്ച് ഐറ്റംസ് നമ്മുടെ പിള്ളേർക്ക് കൊടുത്തിട്ടുള്ളൂ. സോ ഐ എം ആക്ച്വലി ലുക്കിംഗ് ഫോർവേഡ്. ഓൾ ദ ബെസ്റ്റ് ഓസി. ഹായ്. ഹായ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നതാ. ഓക്കെ, ഞാനേ ഇടയ്ക്ക് പറഞ്ഞോട്ടെ. എൻ്റെ ഫ്രണ്ട് എനിക്ക് കിഷോർ മാത്യു ഓർമ്മയുണ്ടോ? പണ്ട് നമ്മുടെ മനോരമയുടെ ഒരു ഫോട്ടോഷൂട്ട് എടുത്തപ്പോൾ പേരെനിക്ക് ഓർമ്മയുണ്ട്. കിഷോറിൻ്റെ പുതിയ ബുക്കാണ് നാം. എക്സലന്റ് ബുക്ക്. ചുമ്മാ അത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഞാൻ അമ്മു, ഇഷാനി, അമ്മ, ഹൻസിക്ക ആക്ച്വലി അയച്ചില്ല. ഹൻസിക്കയുടെ അയക്കാനുണ്ട്. ബാക്കി എല്ലാവരെയും കൊണ്ട് സെൽഫി വീഡിയോ പോലെ എടുപ്പിച്ചു. അതായത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർ റിയാക്ഷൻ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ അമ്മയാണ് അവരോടൊക്കെ പറഞ്ഞത്. ഞാൻ അമ്മയടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം റിയാക്ഷൻ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും അതിനെപ്പറ്റിയുള്ള തോട്ട് എന്താണെന്ന് ചോദിച്ച് ഞാൻ അവരുടെ വീഡിയോ എടുപ്പിച്ചു. അപ്പോൾ അച്ഛൻ ഡൽഹിയിലൊക്കെ ആയതുകൊണ്ട് സെൽഫി വീഡിയോ പോലെ ഒന്നും എനിക്ക് എടുപ്പിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനായിട്ടൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ്റെ തോട്ട് എന്താണ്? കാരണം അച്ഛൻ്റെ വീഡിയോ ഇതിനകത്ത് ആവശ്യമാണ്. സന്തോഷമാടാ. പിന്നെ ഈ കർണാടി നമ്മുടെ വീട്ടിൽ ഗർഭിണിയാണോ ഞെട്ടാനൊന്നും നമ്മൾ തയ്യാറല്ല. കാരണം വെച്ചാൽ സ്ഥിരം അമ്മയൊക്കെ ഇതല്ലായിരുന്നു, എപ്പോഴും ഗർഭിണിയല്ലേ. അതുകൊണ്ട് കണ്ട് അതൊരു രസമാണ്. പക്ഷെ ഞാനതെല്ലാം ആലോചിച്ചേ. അപ്പോൾ നിനക്കിപ്പോൾ എത്ര വയസ്സായി? 26 within 4 months 27. നമ്മുടെ പലരും പറയാറില്ലേ നമ്മൾ തമ്മിൽ ഭയങ്കര സാമ്യമുണ്ടെന്നൊക്കെ. എനിക്ക് തോന്നാറില്ല. പക്ഷേ ആൾക്കാർ ഇത്രയും പറയുമ്പോൾ എന്തെങ്കിലും സാമ്യം കാണും. കാരണം പ്രത്യേകിച്ച് ആൾക്കാർ ഇവിടെ നിന്ന് ഈ കൈയെടുത്ത് സംസാരിക്കുന്നതൊക്കെ എന്നെ പോലെ ഞാനും ഭയങ്കരമായിട്ട് കൈയെടുത്ത്. അത് അശ്വിനും പറയാറുണ്ട്. ആണോ? ഞാൻ അച്ഛൻ്റെ ഏതോ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഈ അടുത്ത് ചതിക്കാത്ത ചന്തു കിട്ടും. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ അച്ഛൻ കുറേ കൂടെ മെലിഞ്ഞിട്ടും കൂടെ അല്ലേ പറഞ്ഞ അയ്യോ ഇതിൽ അച്ഛന് മീശയില്ല, അത് നീ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പക്ഷേ എനിക്ക് ഒട്ടും തോന്നുന്നില്ല. അപ്പോൾ നിനക്ക് തോന്നാത്തായിരിക്കും, നിന്റെ അച്ഛൻ്റെ നിൻ്റെ അടുത്ത് പേഴ്സണലി സംസാരിച്ചിട്ടുള്ളവർക്ക് അത് കാണുമ്പോൾ തോന്നുന്നു. നീ ഒരു വില്ലി ക്യാരക്ടർ ആയിരുന്നെങ്കിൽ നീ ഇതുപോലെ ഇരുന്നായിരുന്നു ആ സിനിമയ്ക്കകത്ത്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം നിനക്ക് 26. എപ്പോഴാണ് ഡെലിവറി ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്? ജൂലൈ. അപ്പത്തേക്കും 27 ആവും. 27 ആവും. രസമുണ്ട്. വീണ്ടും നമ്മളൊന്നൊരു സാമ്യം.
ഞാൻ 26-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്. ഞാൻ അച്ഛനായത് 27-ലാണ്. അതായത് എപ്പോഴും ഞങ്ങൾ കല്യാണം കഴിച്ചത് 1994 ഡിസംബർ. അച്ഛൻ്റെ ബർത്ത്ഡേയുടെ ഡേറ്റ് തന്നെയാണ് അച്ഛൻ്റെ ആനിവേഴ്സറി ഡേറ്റ്. എൻ്റെ ബർത്ത്ഡേയുടെ ഡേറ്റ് തന്നെ എൻ്റെ ആനിവേഴ്സറി ഡേറ്റ്. 5th അച്ഛൻ 12th. അങ്ങനെ അമ്മ ജനിക്കുമ്പോൾ എനിക്ക് 27 വയസ്സ്, കല്യാണം കഴിക്കുമ്പോൾ 26 വയസ്സ്. നീയും 26-27. ദാറ്റ്സ് നൈസ്. ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി ടൈം വാട്ട് എവർ ഹാപ്പൻസ് ഇൻ ലൈഫ്, ഞാൻ എപ്പോഴും ഐ ഓൾവേസ് ടെൽ എവരിബഡി ടു ബി ഗ്രേറ്റ്ഫുൾ ഇൻ ലൈഫ്. എന്തിനാണ് ഗ്രേറ്റ്ഫുൾ? അത് ഞാൻ ബാൽക്കണിയിൽ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ വ്യൂവേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, ദ മൊമെന്റ് യു സീ ബാൽക്കണി ഗെറ്റ് റെഡി, ഹൈവേക്കാൾ തിരക്ക് എൻ്റെ റോഡിലായിരിക്കും. ഇതുവരെ ഈ റോഡിൽ ഇത്രയും തിരക്കില്ല. നിശബ്ദത എന്ന് വെച്ചാൽ അങ്ങ് വളരെ പീസ്ഫുൾ ആയിട്ടിരുന്നതാണ്. അതെ, ഇവിടെ ബാൽക്കണി അല്ലാതെ ഒന്ന് ഫോണിൽ സംസാരിക്കുമ്പോൾ ഇതൊരു വണ്ടിക്കേ പോവാറില്ല. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ആയസ് തരുന്നു. ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു, കുഞ്ഞുങ്ങളായി, അവരുടെ കുഞ്ഞുങ്ങൾ അധികം ഗർഭിണി എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു നമുക്കൊരു ആയസ്സും ആരോഗ്യം തന്നു ഇത് കേൾക്കാൻ, അനുഭവിക്കാനൊക്കെ. പക്ഷെ ഇവിടെ ഞാൻ ആലോചിക്കുന്നത് ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആവേണ്ടത് നിങ്ങളും ആവണം. കാരണം സിന്ധുവിൻ്റെ അച്ഛനും അമ്മയും അവരുടെ മക്കളുടെ കല്യാണം കുട്ടികളെ കണ്ടു, കൊച്ചുമക്കളുടെ കല്യാണം കണ്ടു. ഇപ്പോൾ ദാ അടുത്ത നല്ല വാർത്ത, ഓഫ്കോഴ്സ് തൻവിയുടെ കുട്ടി അവർ കാണാനും പറ്റി. അപ്പോൾ ഇപ്പോൾ ദാ നിങ്ങളിത് ആലോചിച്ച് നോക്കി, ഇറ്റ്സ് എ ബ്ലെസ്സിങ് അവരെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളും ബ്ലെസ്ഡ് ആയിരിക്കണം. കാരണം നിങ്ങളുടെ 3 തലമുറ മുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ 2 തലമുറ മുകളിലുള്ളവരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്തൊരു, ഞാൻ ആ രീതിയിലാണ് കാണുന്നത്. അല്ലാതെ ഗർഭിണിയാണെന്ന് പറഞ്ഞ് തുള്ളിച്ചാടാനൊന്നും എനിക്ക് പറ്റത്തില്ല. അല്ല, അതിപ്പോ ആരും തുള്ളിച്ചാടത്തില്ലല്ലോ. അതിപ്പോ അശ്വിനി ഞാനും പോലും കണ്ടുപിടിച്ചപ്പോ നമ്മൾ തുള്ളിച്ചാടിക്കൊണ്ടൊന്നും അല്ലായിരുന്നു നമ്മളും. സംഭവമാണ്. ബിക്കോസ് അത് ഒരുപാട് ആഗ്രഹിച്ചു. എനിക്ക് അവസാനം എനിക്ക് ആഗ്രഹമില്ലെന്നല്ല, എനിക്ക് ബേബി ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കും ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഞെട്ടിയൊന്നുമില്ല. ഐ വാസ് ഓൾസോ ലൈക്ക് ഓക്കെ. അതിപ്പോ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവുന്ന ഒരു നോർമൽ പ്രോസസ്. അവരവരുടെ വീട്ടിൽ സംഭവിക്കുമ്പോൾ മേ ബി ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവാം പലർക്കും. അതെ, എനിക്കും. അശ്വിന്റെ വീട്ടിൽ ഓൾറെഡി ആര് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അപ്പോഴാണ് അവര് ഫസ്റ്റ് ആയിട്ട് ഗ്രാൻഡ് പേരൻസ് ആയത്. അപ്പൊ മേ ബി അവർക്ക് കുറെ കൂടെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം, ഐ ഡോണ്ട് നോ. പക്ഷെ ഇപ്പൊ അവർ ഓൾറെഡി ഗ്രാൻഡ് പേരൻസ് ആയിട്ട് അവർ PhD എടുത്ത് കഴിഞ്ഞു അതിൽ. അതുകൊണ്ട് അവർക്ക് ആദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിനക്കും എന്നും ഓർക്കാൻ പറ്റുന്ന സംഭവമായിരിക്കും ആദ്യം എല്ലാവരുടെ ലൈഫിൽ ആദ്യത്തെ കുഞ്ഞ്. ഇപ്പൊ നമ്മളുടെ അമ്മ വന്നപ്പോഴത്തേക്ക് അമ്മുവിനെ വളർത്തിയാണ് ഞങ്ങൾ പഠിച്ചത് പോലും എങ്ങനെ പിള്ളേരെ ഹാൻഡിൽ ചെയ്യണം. അതുകൊണ്ട് പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഓൾവേസ് ബി ഹെൽത്തി. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് വലിച്ചു വാരി കഴിക്കാതിരിക്കുക, സ്ലോ ആയിട്ട് കഴിക്കുക, അളവ് കുറച്ച് കഴിക്കുക. അതായത് ആഹാരം കഴിച്ചു കഴിഞ്ഞാലും കുറച്ച് നടക്കുക. ഇതുപോലെ തന്നെ ഈ തൂക്കുന്ന പ്രോസസ്സില്ലേ, അതായത് ചൂരെടുത്ത് വെറുതെ വീട്ടിൽ, അതായത് ഈ ഒരു മൂവ്മെന്റ് എന്ന് വെച്ചാൽ ഗൈനൊക്കെ ഏരിയ എപ്പോഴും ഹെൽത്തി ആയിരിക്കും. അത് അശ്വിന്റെ അമ്മയെ ഒന്ന് പറഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോ ഞാനൊരു ചൂലെടുത്ത് തരും, നമ്മുടെ വീട്ടിലെങ്കിലും ഒന്ന് തൂക്കും. അതാ എന്നും ആരും പറയാതെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഗൈനക് ഏരിയയുടെ മസിൽസ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഡെലിവറി വിൽ ബി മച്ച് മോർ സ്മൂത്ത്. മനസ്സിലായി? എപ്പോഴും നമ്മൾ അതാലോചിക്കും. പിന്നെ വലിച്ചു വാരി ഭക്ഷണമേ കഴിക്കരുത്. കാരണം പലരും ഗർഭിണിയാകുമ്പോൾ അത് കൊടുക്കും ഇത് കൊടുക്കും. എന്തിനാണ്? ഏറ്റവും കുഞ്ഞ് ചെറുതായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ വീട്ടിലെ എല്ലാ പിള്ളേരും 2.5, ഇഷാനി ആരോ സംബടി 2 ഭയങ്കര ചെറുതായിരുന്നു. കാരണം വെളി വന്നിട്ട് ഭക്ഷണം കൊടുത്താൽ പോരാ. ഇതൊക്കെ വീഡിയോ പറയേണ്ടതാണെന്ന് അറിയില്ല, എങ്കിൽ പോലും തോന്നി പറഞ്ഞു. ഐ ആം ഹാപ്പി, ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. നീയും എപ്പോഴും ബി ഗ്രേറ്റ്ഫുൾ ഇൻ ലൈഫ്. നല്ല നല്ല കാര്യങ്ങൾ വായിക്കുക, ഈ സമയത്ത് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക. അപ്പോൾ അത് ഹെൽപ്സ്. മ്യൂസിക് ചെറുതായിട്ട് കേൾക്കാൻ നോക്കുക, നല്ല നല്ല സ്റ്റോറീസ് അതിനകത്ത് കാണുക. ഈ യൂട്യൂബിലൊക്കെ നല്ല സംഭവങ്ങളുണ്ട്. പറ്റിയാൽ ഭഗവത്ഗീത, മഹാഭാരത്, ഇതിൻ്റെയൊക്കെ ചില എപ്പിസോഡ്സ് കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് നൈസ് ആക്ച്വലി. ഭഗവത്ഗീത എന്നൊക്കെ പറഞ്ഞ് വേറെ ഒന്നുമല്ല, അതൊരു അതായത് ഒരിക്കലും ഒരു മതഗ്രന്ഥമല്ല. അത് നമ്മുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം, മുന്നോട്ട് സക്സസ്ഫുള്ളായിട്ട് എങ്ങനെ ജീവിച്ചു പോകണമെന്ന് കാണിച്ചു തരുന്ന കുറേ കഥാപാത്രങ്ങളെ വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ശരിയടാ, ഞാൻ വലിച്ചു നീട്ടുന്നു, വേണ്ടതൊക്കെ വെട്ടിക്കളഞ്ഞു. അത് കുഴപ്പമില്ല. അച്ഛന്റെ സംസാരം കേൾക്കാൻ ഇഷ്ടമുള്ള എന്റെ കുറെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്, അപ്പൊ അവര് കാണട്ടെ. അവരോട് എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം ഇതിലൂടെ അറിയിക്കുന്നു. ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക, ഇഷ്ടമുള്ളവർ കാണുക. അങ്ങനെ അതിനേക്കാളൊക്കെ നമുക്ക് ഓൾവേസ് ഈ പണ്ട് തന്നെ പറയും, പബ്ലിക് എന്ന് പറയുന്നില്ലേ, പൊതുജനം എന്ന് പറയുന്നത് കിങ്. അവരാണ് തീരുമാനിക്കുന്നത്. ഒരു സിനിമ ഇറങ്ങുമ്പോൾ അവര് സിനിമ കണ്ടാലേ സിനിമ ഓടും. ഇന്നിപ്പോൾ സ്മോൾ സ്ക്രീൻ, അതിൽ തന്നെ വെരി സ്മോൾ സ്ക്രീൻ ആണ് യൂട്യൂബ്. അവർ കണ്ടാലേ വ്യൂ ഉള്ളൂ. അതെ, അവര് നമുക്ക് ദൈവതുല്യരെ പോലെയാണ്. അപ്പം അതിനകത്ത്
അല്ല, കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര് അവരായാലും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, വ്ളോഗ് ഇടോ ദിയ കാണണം. ആ പറയുന്നവർ അവർക്ക് വേണ്ടിയാണ് ഞാൻ ആക്ച്വലി എപ്പോഴും ഇടുന്നത്. കാരണം അവർ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ എടുക്കാനുള്ള സ്പിരിറ്റ് കാണിക്കുന്നേക്കാൾ അവർ കാണാനുള്ള സ്പിരിറ്റാണ് കാണിക്കുന്നത്. അപ്പൊ അതാണ് എനിക്ക് ഇടാനൊരിത്. എല്ലാവർക്കും പറ്റുന്നവർക്കൊക്കെ മറുപടി വെച്ചാൽ വേറെ ഒന്നുമല്ല. മോശം പറയുന്നവർ അവർ നന്നായിരിക്കട്ടെ പ്രവർത്തിക്കുക, അത് വേറെ. നല്ലത് പറയുന്നവർക്ക് ഒരു ഞാൻ നല്ല കമന്റ്സ് കാണുമ്പോഴൊക്കെ അതിന് കമന്റ് റിപ്ലൈ കൊടുക്കാറുണ്ട്. യൂട്യൂബിലും ഇൻസ്റ്റയിലും ഇപ്പൊ ഞാൻ അങ്ങനെ കൊടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തരുന്ന പോലെ നമ്മുടെ സന്തോഷത്തിൻ്റെ ഭാഗം അങ്ങോട്ട് പോകണം. ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. അതായത് നമ്മുടെ ചിന്തയാണ്, നല്ല ചിന്ത ഉണ്ടെങ്കിൽ കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് നല്ലതായി വരും. എന്റെ വ്ളോഗിന്റെ അടിയിൽ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞതിന് ശേഷം ഐ തിങ്ക് ഒരു 500 പേരെങ്കിലും കമന്റ് ഇട്ടു, ഐ എം ഓൾസോ പ്രഗ്നന്റ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു ഇതിനകത്ത് എന്തെങ്കിലും മെസ്സേജ് വേണമെങ്കിൽ അവർ എടുക്കട്ടെ. എല്ലാവരും നന്നായിരിക്കട്ടെ. അതായത് 3 മാസം കഴിഞ്ഞിട്ട് എല്ലാവരും അത്യാവശ്യം ജോലി ചെയ്യുക. ഈ പറഞ്ഞ പോലെ ഭക്ഷണം രാത്രി ഒട്ടും ഒരു ചോരി കഴിക്കാതിരിക്കുക, കുറച്ച് കഴിക്കുക. രാത്രിയിലത്തെ ഭക്ഷണം കഴിഞ്ഞാൽ പറ്റിയ ഇരിക്കുന്നതിന് 10 മിനിറ്റ് നടന്നിട്ടെങ്കിലും ഇരിക്കുക. നേരത്തെ കിടന്നുറങ്ങുക. ഈ പറഞ്ഞ പോലെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നല്ല കേൾക്കാൻ സുഖമുള്ള മനസ്സിന് സുഖമുള്ള സംഭവങ്ങളൊക്കെ കേൾക്കുക. എല്ലാം നിന്റെ പ്രായമുള്ളവരായിരിക്കുമല്ലോ. അല്ല, കൂടുതലും എന്നെക്കാൾ ഇളയ കുറച്ച് എന്റെ ഫോളോവേഴ്സ് വരെയുണ്ട്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു. ഓക്കെ, അച്ഛൻ ഇപ്പോഴും ക്രിസ്മസ് വൈബിലാണ്, അച്ഛൻ മാറിയിട്ടില്ല. ഓക്കെ, ന്യൂ ഇയർ വരെ കഴിഞ്ഞു. ഓക്കെ, ബൈ. അപ്പൊ നമുക്ക് എല്ലാവരുടെയും റിയാക്ഷൻ കിട്ടി. ഇനി ആന്റിയുടെ അങ്കിളുടെ ആയിരുന്നു ആവശ്യം, പക്ഷെ അങ്കിൾ മുങ്ങിക്കളഞ്ഞു, ഇവിടെ ഇല്ല അല്ലേ? പക്ഷെ ഇപ്പൊ അങ്കിൾ ഉണ്ടായിരുന്നെങ്കിലും സൈഡിൽ വെറുതെ ഇരുന്നേനെ അല്ലേ, ഒന്നും മിണ്ടാതിരുന്നേനെ. അതുകൊണ്ട് അങ്കിളിനും കൂടെ ചേർത്ത് നമുക്ക് ആന്റിയുടെ റിയാക്ഷൻ എടുക്കാം. ഹാപ്പി ഗുഡ് അങ്കിൾ ഗുഡ് എന്ന് പറഞ്ഞോളെ. അപ്പൊ അശ്വിൻ എന്ന് അമ്മയെടുത്തത് എന്തായിരുന്നു വിളിച്ച് പറഞ്ഞത് ഫോണിൽ? താൻ മാറി എന്നല്ലേ പറഞ്ഞത്? അപ്പൊ എനിക്ക് ഓർമ്മയില്ല. ഉറക്കെ പറഞ്ഞു ഫാനിന്റെ സൗണ്ട് പറഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല. ഭയങ്കര ഹാപ്പി. അപ്പോൾ കുറച്ച് പാടുന്ന തിരക്കലും കൂടെ ഉണ്ട്. അതിനിടയ്ക്ക് ആ സന്തോഷം ഒരുപാട് ഇത് ചോദിച്ചാൽ പിന്നെ സമാനമായിട്ട് ഒരു ദിവസം ചോദിച്ച് വളരെ സന്തോഷമൊക്കെ പറഞ്ഞു. നമ്മളുടെ വീട്ടിൽ അടുത്ത ഒരു പുതിയ വരവ് വരുന്നത് തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വളരെ സന്തോഷമാണ് നമ്മുടെ വീട്ടിലെ പുതിയ ഒരു. പക്ഷെ ആരും ആദ്യമായിട്ട് വന്നപ്പോഴേ നിങ്ങൾ ആദ്യമായിട്ട് അപ്പൂപ്പനമ്മ ആയത്. അപ്പൊ നിങ്ങൾ കുറെ കൂടെ ഞെട്ടി കാണത്തില്ലേ അല്ലേ? കാരണം എല്ലാരും ആദ്യം ഗ്രാൻഡ് പേരൻസ് ആകുമ്പോൾ ഞെട്ടണേ. പിന്നെ ഇതിപ്പോ യൂസ്ഡ് ആയി. ഇത് രണ്ടാമത്. അതെ, രണ്ടാമത്തെ നേരത്തെ തന്നല്ലോ. ഇപ്പൊ ഒരു സമാനമായി. ഓരോരുത്തരും ഒരു കുഞ്ഞുകാലിന് വേണ്ടി തവിക്കുവാണ്. അപ്പൊ ഇപ്പൊ നേരത്തെ കിട്ടിയത് ഏതോ ദൈവത്തിന് ഭാഗ്യം. അത് ആയുസ് ആരോഗ്യത്തോടെ നല്ല രീതിയിൽ പുറത്ത് വന്ന് നല്ല സന്തോഷമായിട്ട് അവരിരിക്കണം. അത് മാത്രമേ എൻ്റെ ആഗ്രഹം. അശ്വിന്റെ കഴിവല്ലെന്നാണ് അപ്പൊ ഉദ്ദേശിക്കുന്നത്. അശ്വിനോട് നന്ദി കാണിക്കണം. കാരണം അശ്വിന്റെ കഴിവ് തെളിയിച്ചതാണ് ഇവിടെ അല്ലേ? ബാക്കിൽ ഒരു കുതിരയുടെ സൗണ്ട് കൊടുക്കട്ടെ. കുതിരയാ? അയ്യോ, മിക്കവാറും ഈ പോർഷൻ വരുന്ന നമ്പർ ആൾക്കാർ ഇട്ടിട്ട് മിക്കവാറും ലാഫിങ് സ്മൈലേക്ക് ഇടാൻ ചാൻസ്. എന്തോ കൂടെ ചോദിക്കണം എന്ന് വെച്ച്. അതല്ല അപ്പൊ അശ്വിന്റെ പാട്ടി താത്ത അവര് ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് ഓൾറെഡി ആയി, ഇനി ആവാം. അപ്പൊ അവരുടെ ഗ്രാൻഡ് ചിൽഡ്രനില് ഇപ്പൊ എത്ര ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട് മൊത്തത്തില്? എല്ലാരും 4, ഇപ്പൊ 5ആയി. ഇതും കൂടെ ചേർത്ത് 5ആമത്തെ. അപ്പൊ ഇതുവരെ 4 ഉള്ളൂ. ആ 4 ഗേൾസ് ആണ്. അപ്പൊ ഇതും ഗേൾ ആണോ ബോയ് ആണോ നോക്കാം. ബോയ് ആണെങ്കിൽ ആദ്യത്തെ ബോയ്, ഗേൾ ആണെങ്കിൽ 5ന്റെ ഇടയിൽ ഒരാളും കൂടെ. അടുത്ത പിറന്നാൾക്ക് 5 പേർക്ക് ഒരുപോലെ ഡ്രസ്സ് എടുത്ത് ഒരേപോലെ ഇരുത്താം. ഗേൾസ് ആണെങ്കിൽ അതെ ബോയ് ആണെങ്കിൽ ഒരാൾ മാത്രം കൃഷ്ണനാക്കി ഇരുത്താം. കൊച്ചുമോളുടെ ആദ്യത്തെ ബർത്ത്ഡേക്ക് 4 പേർക്ക് ഒരുപോലെ ഡ്രസ്സ് എടുത്ത് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ആണോ? 5ാം കൂടെ 5നും കൂടെ വെച്ച് അങ്ങനെ എടുക്കണം. എന്റെ ബോയ് ആണെങ്കിൽ നടു കൃഷ്ണനായിട്ട് ഇരുത്താം. ഇവർ വലുതാകുമ്പോ കാണിക്കാമല്ലോ. അതെ ഇതില് ലൈനിൽ ഇരുത്താൻ തന്നെ വലിയ പാടാ. അതെ 4 പേരെ ഇരുത്താൻ നാം പെട്ട പാട്. ആരും ഏറ്റവും മൂത്തത്. അപ്പൊ ഇപ്പൊ ഈ വർഷം നോക്കിയ ഏറ്റവും ഇളയത് നമ്മുടെ കൊച്ചായിരുന്നു. വഴക്ക് പറഞ്ഞു 4 ഫ്രാക്കിനായി എടുത്തോണ്ട് വന്ന്. പക്ഷെ
4 പേര് പിടിച്ച് ഇരുത്താനൊക്കെ ഇനി മേലെ ഇതുപോലെ എടുത്തുകൊണ്ട് വരുവാന്ന് പറഞ്ഞാൽ പ്രിയ ചോദിച്ചു എടുക്കുന്നിട്ട് 4 പേര് ഇരുത്തറ പാടുക വലിയ പാടായിരുന്നു. അത് ഞാൻ നെക്സ്റ്റ് ടൈം ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാം, ഞാൻ പിടിച്ചിരുത്താം, ബ്ലോഗിന് വേണ്ടിയിട്ടാന്ന് പറയാം. അപ്പോൾ എല്ലാവരും അടങ്ങിയിരുന്നോളും. ഓക്കെ, അപ്പോൾ ആൻറ്റിയുടെ റിയാക്ഷനും കിട്ടി. അങ്കിളുടെ റിയാക്ഷൻ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് എന്ന് പറഞ്ഞങ്ങ് വിടും, അത്ര തന്നെ. അപ്പോൾ അങ്കിളിന് വേണ്ടിയാണ് അശ്വിൻ ഇവിടെ ഇരുന്നത് അല്ലേ? അങ്കിളിനെ പോലെ വേണമെങ്കിൽ ആക്ട് ചെയ്തോളൂ. അങ്കിളുടെ സാറുമായിട്ട് അശ്വിൻ പറയും. അതെ. ഓസി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള റിയാക്ഷൻ അല്ലേ, സത്യം പറഞ്ഞാല് സാധാരണ പോലെ ഒരു ഞെട്ടൽ സിനാരിയോ ഒന്നും ആയിരുന്നില്ല. കാരണം ഓസി അങ്ങനെ നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഈ വീഡിയോയിൽ എല്ലാവരും ഇത് തന്നെയായിരിക്കും പറഞ്ഞത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത്. കാരണം ഓസിക്ക് തന്നെ സംശയമായിരുന്നു. അപ്പൊ നമ്മളും അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓസി പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു, ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒട്ടും ഒരു സിനിമാറ്റിക് രീതിയിലല്ല നമ്മൾ അറിഞ്ഞത്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സർപ്രൈസ് ഒക്കെ ചെയ്തത്. അപ്പൊ സോ ലൈക്ക് ദർ വാസ് നോ സ്കോപ്പ് ഫോർ അസ് ടു ബി ലൈക്ക് അങ്ങനെ റിയാക്ട് ചെയ്തു. സോ വി വർ ലൈക്ക് ഓ ഓക്കെ ഇസ് ഇറ്റ്. ആൻഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു, പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു. ആൻഡ് മൈ ഫസ്റ്റ് റിയാക്ഷൻ വാസ് ഓണസ്റ്റ്ലി ലൈക്ക് ഓ ഓക്കെ. അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ റിയാക്ഷൻ. എനിക്ക് പൊതുവേ ഐ തിങ്ക് എനിക്കും ഇഷാനിക്കും ഒക്കെ ഈ സന്തോഷ കണ്ണീർ എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെ ബിൽറ്റ് ഇൻ സിസ്റ്റത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ലൈക്ക് വി ആർ ഹാപ്പി, നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് ആവുന്നത്. എനിക്ക് അറിയത്തില്ല ഇനി എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ സന്തോഷ കണ്ണീർ. അപ്പൊ ഇവിടെ അങ്ങനെയൊന്നും ആയില്ല. ഐ വാസ് ഓണസ്റ്റ്ലി ഇൻ ലൈക്ക് വൺ റിയലി എനിക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഐ വാസ് ലൈക്ക് അയ്യോ ഇത്രയും വേഗം വേണമായിരുന്നോ, ലൈക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് അങ്ങനെയൊക്കെ എനിക്ക് ഇനിഷ്യലി തോന്നി. ബട്ട് ദെൻ അഗൈൻ ഞാൻ ആലോചിച്ച് നോക്കി, പ്രാക്ടിക്കലി ചിന്തിക്കുമ്പം എനിക്ക് ആയി 29 വയസ്സ്. ഓസിക്ക് ഇഷാനി ഹൗ ഓൾഡ് ഇസ് ഓസി? 26ഓ? ഓസി 26. സോ ലൈക്ക് 27 ആകാൻ പോകുന്നു. അപ്പം ആലോചിച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഫൈൻ. ഐ മീൻ ഇറ്റ്സ് ലൈക്ക് എ ഗുഡ് ഏജ് ടു ഗെറ്റ് മാരിഡ് ആൻഡ് ഹാവ് എ ബേബി ആൻഡ് ഓൾ ദാറ്റ്. അപ്പം പ്രഗ്നന്റ് പെട്ടെന്നാകുന്നതും ഒരു നല്ല കാര്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. എന്റെ മൈൻഡ് വളരെ ക്ലട്ടേർഡ് ആയിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ചേഞ്ചിനോട് ഇച്ചിരി റെസിസ്റ്റന്റ് ആണ്. എനിക്ക് ഒരു റൊട്ടീനിൽ കാര്യങ്ങൾ പൊക്കിക്കൊണ്ടിരുന്ന അതിലേക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോൾ എനിക്ക് ആദ്യം ഒരു ഉയ്യോ എന്നൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നും. പക്ഷെ പിന്നെ ചിലപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ എംബ്രേസ് ചെയ്യുന്നത് ഞാനായിരിക്കാം ചിലപ്പം. പക്ഷെ എനിക്ക് ഇനിഷ്യലി ഒരു മാനസികമായിട്ട് എനിക്കൊരു അയ്യോ എന്ന് തോന്നും. ഇപ്പൊ തന്നെ രാത്രിയിലൊക്കെ നമ്മൾ റൂമിൽ, ഇപ്പൊ ഓസി പല ദിവസങ്ങളിലും നമ്മുടെ വീട്ടിലാണ്. അപ്പൊ രാത്രി റൂമിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പം ഞാൻ വിചാരിക്കും അയ്യോ ദിസ് ഇസ് ലൈക്ക് ദ ലാസ്റ്റ് ടൈം വെൻ ഇറ്റ് വുഡ് ബി ജസ്റ്റ് അസ്. കാരണം ഒരു ബേബി ജനിച്ചു കഴിഞ്ഞാൽ കൊച്ചിനോട് വേറെ മുറി പോയി കിടക്കാൻ പറയാൻ പറ്റില്ലല്ലോ. ആ ബേബി ഒബ്വിയസ്ലി ആ റൂമിൽ ഉണ്ടാവും. അപ്പൊ അയ്യോ നമ്മൾ മാത്രം ഉണ്ടായിരുന്ന ഈ ഒരു വേൾഡിൽ ഒരു പുതിയ ക്യാരക്ടർ വരാൻ പോവാണോ, എങ്ങനെയായിരിക്കും അതെന്നൊക്കെ ഞാൻ ചിന്തിക്കും. ഓക്കെ, പക്ഷെ എന്നും വെച്ച് എനിക്ക് ഈ ഒരു പുതിയൊരു മാറ്റം ഇഷ്ടമല്ല എന്നല്ല. കാരണം അങ്ങനെ ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എന്റെ സിസ്റ്റേഴ്സും ഉണ്ടാവില്ലായിരുന്നല്ലോ. അപ്പം ഈ പുതിയ ഒരു ക്യാരക്ടർ ഒരു ഫാമിലിയിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഉയ്യോ എന്നൊക്കെ തോന്നുമായിരിക്കും, പുതിയൊരാൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷെ ഈ പുതിയ ആൾക്കാരാണല്ലോ യുനോ ദാറ്റ്സ് ഹൗ വി മൂവ് ഫോർവേഡ് വിത്ത് ലൈഫ്, റൈറ്റ്? പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ദ വൺ റീസൺ വൈ ഐ ഫീൽ ഹാപ്പി ഈസ് ദാറ്റ് എൻ്റെ ലൈഫിൽ ഒരുപാട് നാള് എൻ്റെ വീട്ടിലെല്ലാം ആദ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതും ചെയ്യേണ്ടി വന്നിരുന്നതും എനിക്കാണ്. അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണല്ലോ ഒരു പ്രഷറും ബുദ്ധിമുട്ടും ഒക്കെ. ഇപ്പൊ കുറച്ച് നാളായിട്ട് എല്ലാം ആദ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓസിയാണ്. സോ ഐ എം കൈൻഡ് ഓഫ് ഗെറ്റിംഗ് ടു എൻജോയ് ദാറ്റ് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് അല്ലാത്ത കുട്ടിയുടെ ഒരു ഫീലിംഗ്. വേറെ എനിക്കെല്ലാം കണ്ടു പഠിക്കാൻ പറ്റുന്നുണ്ട്. ആഹാ ഇങ്ങനെയാണല്ലേ, ഓ ഇങ്ങനെ വരുമ്പോൾ ശബ്ദത്തിലൊക്കെ ആണല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്ക് പെട്ടെന്ന് എല്ലാം കണ്ടു പഠിക്കാൻ പറ്റുന്നു. അപ്പം ദാറ്റ് ഈസ് ക്വൈറ്റ് എക്സൈറ്റിംഗ്. പിന്നെ ഐ തിങ്ക് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ ദിസ് ഫീലിംഗ്, റൈറ്റ്? ലൈക്ക് ഇപ്പം തൻവീന്റെ ബേബി ലിയാൻ, ഞാൻ ജനിച്ചു വളർന്നപ്പോൾ കണ്ടൊരു കുട്ടീന്റെ എന്നെക്കാൾ ചെറിയൊരാളുടെ കൊച്ച് ലുക്കിംഗ് ലൈക്ക് ദാറ്റ് ചൈൽഡ്. ഐ മീൻ തൻവിയെ പോലെ ലിയാൻ ഇരിക്കുന്നു. ദാറ്റ് ലുക്സ് വെരി എക്സൈറ്റിംഗ്. സോ ഫോർ മീ നാളെ ഓസിയെ പോലെ ഇരിക്കുന്ന ഒരു പീക്കിരി സാധനം എൻ്റെ വീട്ടിൽ കൂടെ നടക്കുന്നത് വുഡ് ബി വെരി ഫാസിനേറ്റിംഗ്, ഐ എം ഷുവർ. സോ ഐ ആം ഡെഫിനറ്റ്ലി എക്സൈറ്റഡ്. ആൻഡ് ലിയാൻ വന്നപ്പോൾ തന്നെ ഐ വാസ് ഒബ്സെസ്ഡ് വിത്ത് ലിയാൻ. സോ മിക്കവാറും ഐ എം ഗോയിങ് ടു ബി ഒബ്സെസ്ഡ് വിത്ത് ഓസീസ് ബേബി. പക്ഷേ എനിക്ക് ബിഗിനിങ്ങിൽ തന്നെ ഓ മൈ ഗോഡ് ഐ എം സോ എക്സൈറ്റഡ്, ഐ കാൻറ്റ് വെയിറ്റ് ടു ബി ആൻ ആൻഡ് അങ്ങനെ എനിക്ക് തോന്നാറില്ല. ഐ എം ലൈക്ക്
എങ്ങനെ ഇരിക്കും ഈ കൊച്ചു ഭാവിയിൽ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ശവം ഇവളൊക്കെ ഒരു ആന്റി. ബട്ട് എനിവേസ് ഫോർ നൗ മോർ ദൻ എക്സൈറ്റ്മെന്റ് ആൻഡ് എവറിത്തിങ്. ഓസി എന്നും കിടന്ന് ഈ ഛർദ്ദിക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പാവം തോന്നുകയാണ് കേട്ടോ. കാരണം അവൾ എപ്പോഴും ഓരോ മൂലയിൽ ഇങ്ങനെ കിടക്കുക ബക്കറ്റിന്റെ അതോട് തലയിൽ വെച്ചാണ്. ഷീസ് ഓൾ ദ ടൈം വോമിറ്റിംഗ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരു സങ്കടം തോന്നുന്നുണ്ട്. അതൊന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആൻഡ് ഐ റിയലി ഹോപ്പ് ഈ ഒരു ഫേസ് യുനോ ഇൻ ഗുഡ് ഹെൽത്ത് എല്ലാം പോസിറ്റീവായിട്ട് ഐ ഹോപ്പ് യുനോ എവറിത്തിങ് ഹാപ്പൻസ് ആൻഡ് ഓസിയും ബേബിയും. കാരണം ഓസിക്ക് സിറിഞ്ച് കുത്താൻ വരെ പേടിയാണ്. ഈ പ്രസവ വേദനയൊക്കെ ഓസി എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇഞ്ചക്ഷൻ കുത്താൻ പോകുമ്പോഴേ നമ്മൾ പറയും ഓസി ഓവറാവല്ലേ, ഓവറാക്കാതെ അടങ്ങടങ്ങുന്നത് നമ്മൾ പറയുകയാണ്. അത്രയ്ക്ക് ഓസി കരഞ്ഞ് പ്രശ്നം ഉണ്ടാകും. സോ ഐ ജസ്റ്റ് റിയലി ഹോപ്പ് ഇറ്റ്സ് ഗോയിങ് ടു ബി a decently smooth experience for Rosie, and I'm sure I'm going to be excited to meet the baby at some point. Yeah, looking forward to a new phase in life, and I'm sure I'll embrace it well. But for now, I'm just praying for everything to happen the way it should. ഹലോ. സോ ഓസിയുടെ പ്രഗ്നൻസി ന്യൂസിൻ്റെ നമ്മുടെയൊക്കെ റിയാക്ഷൻ വീഡിയോ ഓസിക്ക് വേണം എന്ന് പറഞ്ഞ് ഒരു 3-4 ദിവസം മുന്നേ നമുക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു റിയാക്ഷൻ വീഡിയോ ആയിരിക്കില്ല നമ്മുടെ ആരുടെയും. കാരണം ആ ന്യൂസ് നമ്മൾ അറിഞ്ഞപ്പോൾ ഉള്ളൊരു റിയാക്ഷൻ മറ്റേ നമ്മളറിയാതെ റെക്കോർഡ് ചെയ്യുന്നതോ ആ തരം പരിപാടി ഒന്നും ഓസി ചെയ്തില്ല. എനിക്കറിയില്ല എന്താണെന്ന്. അപ്പോൾ അത്തരം ഒരു റിയാക്ഷൻ അല്ല നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് ഇവിടെ പറയും നമ്മൾ അറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു റിയാക്ഷൻ എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ നമ്മൾ അറിയാതെ ഒരു വീഡിയോ എടുത്താൽ പോലും എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റിയാക്ഷൻ കിട്ടത്തില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പൊതുവെ എന്ത് ന്യൂസ് ഞാൻ കേട്ടാലും ഞാനൊരു എൻ്റെ എക്സ്പ്രഷനിൽ ആ ഒരു ഓവർ എക്സൈറ്റ്മെൻറ്റോ സന്തോഷമോ ഒന്നും വരത്തില്ല. ഉള്ളിൽ കാണും, പക്ഷെ അത് പുറത്ത് വരത്തില്ല. അത് ഞാൻ അങ്ങനെയാണ് പണ്ട് മുതലേ. പ്രത്യേകിച്ചൊരു ഭാവമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്തെങ്കിലുമൊക്കെ വന്നാൽ ഞാൻ ഇങ്ങനെ ആണോ ഓക്കെ എന്ന് പറയും. അത് കാണുമ്പോൾ കുറേ പേരെ ഇങ്ങനെ ജഡ്ജ് ചെയ്യും, ഈ കുട്ടിക്ക് എന്താ ഇത്ര സന്തോഷമുള്ളൂ. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ്. അത് പണ്ടേ അങ്ങനെയാണ്, പുറത്ത് വരാറില്ല എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. ബട്ട് യാ, ഞാനിപ്പോൾ ഓസിയുടെ അടുത്ത് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് പറയാം. എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതുപോലെ വൺ റാൻഡം ഡേ ഐ വാസ് സ്ലീപ്പിംഗ് ആൻഡ് ഞാൻ എണീച്ചപ്പോൾ കുറച്ച് ലേറ്റ് ആയെന്ന്. ഐ തിങ്ക് 5 o'clock എന്തോ ആയി. ഞാനിങ്ങനെ അരബോധത്തിൽ എൻ്റെ ഫോൺ ഇങ്ങനെ എടുത്തത് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ വാട്സാപ്പിൽ ഒത്തിരി മെസ്സേജ് വന്ന് കിടക്കുമായിരുന്നു. ഞാൻ ഓപ്പൺ ചെയ്തതും ഐ തിങ്ക് അമ്മു ആയിരുന്നു തോന്നുന്നു, ഒരു മെസ്സേജ് കണ്ടു, ഓസി ഇസ് പ്രഗ്നൻറ്റ്. ഞാനിങ്ങനെ ഇപ്പം എനിക്കിങ്ങനെ പ്രോസസ്സ് ആവുന്നില്ല, കാരണം ഞാൻ അരബോധത്തിരിക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ അമ്മ എന്തൊക്കെയോ ഇങ്ങനെ മറ്റേ റിസൾട്ട് അയക്കുന്നുണ്ട്, ഈ ടെസ്റ്റിൽ പോസിറ്റീവ് ആയിരുന്നു, ഇതിൽ നെഗറ്റീവ് ആയിരുന്നു, ബട്ട് ഓൾമോസ്റ്റ് കൺഫേം അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ ദാറ്റ് വാസ് പ്രിറ്റി ക്വിക്ക്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം എന്ത് ആയതേ ഉണ്ടായിരുന്നുള്ളൂ. ഐ വാസ് ലൈക്ക് ഓക്കെ. പക്ഷെ ഞാൻ സത്യം പറയാലോ, ഞാൻ അങ്ങനെ ഓവർ ഞെട്ടിയില്ല. ബിക്കോസ് ഓസിക്ക് കുഞ്ഞു മുതലേ കല്യാണം ഒക്കെ ഭയങ്കര താല്പര്യമുള്ളൊരു കുട്ടിയായിരുന്നു. അവൾക്ക് കുഞ്ഞിലേ മുതലേ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ, എനിക്ക് പിള്ളേരെ വലിയൊരു താല്പര്യമില്ല, പക്ഷെ ഓസിക്ക് എന്താ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്, ബട്ട് നോട്ട് ആസ് മച്ച് as ഹെർ. അപ്പോൾ അവളായിരുന്നു കുട്ടികളെ വീട്ടിൽ കളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതും. അവളും ഒരു കുട്ടിയാണ്, അത് വേറെ കാര്യം. ബട്ട് അവൾക്ക് കുഞ്ഞിലേ മുതലേ കുട്ടികൾ എന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ലൈക്ക് ഐ ന്യൂ നമ്മുടെ കൂട്ടത്തിലായി എനിക്ക് നമുക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയായിരുന്നു അമ്മൂനെക്കാട്ടിൽ ഓസി തന്നെ ആയിരിക്കും ഡെഫിനറ്റ്ലി ആദ്യം കല്യാണം കഴിക്കുന്നത്, കുട്ടികളും ഉണ്ടാവുന്നത്. ബിക്കോസ് അവൾക്കാണ് കുഞ്ഞിലേ മുതലേ അതിനോടൊക്കെ ഒരു താല്പര്യം കൂടുതൽ. സോ ലൈക്ക് ഐ വാസൻ സർപ്രൈസ് ബിക്കോസ് ഒബ്വിയസ്ലി കല്യാണം കഴിഞ്ഞു, അടുത്തത് കുട്ടികളാണല്ലോ, എസ്പെഷ്യലി അവളായതുകൊണ്ട്. അപ്പോൾ ലൈക്ക് ഐ ന്യൂ ഒരിക്കലും അത് കുറേ നാൾ കഴിഞ്ഞിട്ടൊന്നും ആയിരിക്കും, ഉടനെ തന്നെ ആയിരിക്കും. സോ ഐ വാസൻ സർപ്രൈസ്, ബട്ട് ഐ വാസ് ലൈക്ക് ഓക്കെ ഗുഡ്, ഹാപ്പി ഫോർ ഹെർ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആർക്കും ഇതൊരു ഞെട്ടൽ പോലെ അല്ലായിരുന്നു. ബിക്കോസ് ഐ തിങ്ക് ഇവർ പോലും 100% കൺഫേം ആവുന്നതിന് മുന്നേ തന്നെ വീട്ടിലെല്ലാവരോടും പറഞ്ഞു ലൈക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, അങ്ങനെയാണ്. അപ്പം നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഓക്കെ കൺഫേം ആണ് എന്ന് അറിഞ്ഞത്. അപ്പം എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊരു സന്തോഷം, അല്ലാതെ ഒരു വലിയ ഞെട്ടൽ ഇല്ലായിരുന്നു ടു ബി ഓണസ്റ്റ്. ബട്ട് യു വെർ ഓൾ വെരി ഹാപ്പി. ആൻഡ് ഇപ്പം ആക്ച്വലി നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ ഹൻസു ആയാലും ഞാനായാലും. ആൻഡ് നമ്മളിപ്പോൾ കുഞ്ഞിലത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഹൗ മച്ച് ഫൺ ഇറ്റ് വാസ് ടു ഹാവ് ലിറ്റിൽ കിഡ്സ് അറൗണ്ട്. ഭയങ്കര ഫണ്ണാണ്. ഇപ്പം ലിയാൻ തന്നെ കുറച്ച് കാലം ഇവിടെ വന്നപ്പോൾ കുറച്ചൊക്കെ വികൃതി കാണിക്കും, അപ്പോൾ വഴക്ക് പറയാം. അതല്ലാതെ ഭയങ്കര രസമാണ്, ലൈഫ് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ആസ്പെക്ട് ചിന്തിക്കുമ്പോൾ വി ആർ ഓൾ വെരി എക്സൈറ്റഡ് ടു വെൽക്കം എ ലിറ്റിൽ ചൈൽഡ്. ബോയ് ആണോ ഗേൾ ആണോ എന്ന് അറിഞ്ഞൂടാ. നമുക്കൊക്കെ ഗേൾസ് ആയിട്ടാണ് കുറച്ചുകൂടെ പരിചയം. ലിയാൻ വന്നു അപ്പോൾ ഒരിതുണ്ട്, എന്നാലും എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ.
അപ്പോൾ പിന്നെ ആക്ച്വലി ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്, ഈ പ്രഗ്നൻസിക്കൊക്കെ മുന്നേ ഓസിക്ക് ആക്ച്വലി വീട്ടിൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കാനായിട്ട് ഇങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സ്റ്റാഫ് വന്നായിരുന്നു. ഞാൻ എന്താ വിചാരിച്ചതറിയോ, എനിക്കും അമ്മൂനൊക്കെ കുറച്ചു നാൾ മുന്നേ ഭയങ്കര പനിയായിരുന്നു, അപ്പം ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വന്നു. അതുപോലെ ഓസിക്ക് എന്തോ ഭയങ്കര പനിയായിട്ട് ഇങ്ങനെ എടുക്കാൻ വന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെയാണ് കഥയിലൊരു ട്വിസ്റ്റ് ആയിട്ട് ഞാൻ അറിയുന്നത് അത് ഈ പ്രഗ്നൻസിക്ക് ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഓസി കള്ള ലക്ഷണത്തിയിരുന്നു, എന്നോടൊന്നും പറഞ്ഞ പോലും ഇല്ല. അമ്മയ്ക്ക് അറിയായിരുന്നു എന്ന്, പക്ഷെ അമ്മയ്ക്കും ഡൗട്ടായിരുന്നു, ഞാനത് അറിഞ്ഞില്ല. ഇപ്പൊ ഇതിന് ഒരു 2-3 ദിവസം ശേഷമാണ് ഞാൻ ഈ ചാറ്റ് കണ്ടത്. അപ്പൊ ഞാൻ പിന്നെ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ അത് പറഞ്ഞു, നീ കണ്ടില്ലേ അന്ന് ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ. അപ്പൊ ഞാൻ ഇങ്ങനെ റീവൈൻഡ് ചെയ്തു, വെറുതെ അല്ല അവളുടെ മുഖത്തൊരു കള്ള ലക്ഷണം. ഞാൻ ആലോചിച്ചു, ഒരു പനി വരുന്ന ഇത്ര കള്ള ലക്ഷണം എന്തിനാ? അങ്ങനെ ഒരു സംഭവം നടന്നായിരുന്നു. ബട്ട് യാ, ദിസ് ഇസ് മൈ റിയാക്ഷൻ. സോ ഓസിക്ക് ഭയങ്കര ഇഞ്ചക്ഷൻ ഒക്കെ പേടിയുള്ള ആളാണ്. അപ്പൊ ഇനി അവൾ അങ്ങോട്ടും എങ്ങനെയാണ് ഇതൊക്കെ ഡീൽ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞൂടെ. എന്തായാലും എനിക്ക് കണ്ടിരിക്കാൻ ഫണ്ണായിരിക്കും. ഞാൻ ആ ഒരു ഫൺ ഫിൽഡ് എക്സ്പീരിയൻസ് കാണാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ജോക്സ് അപ്പാർട്ട്, ഐ ഹോപ്പ് ഓസിയും ബേബിയൊക്കെ ഹെൽത്തി ആയിട്ട് തന്നെ വരട്ടെ എന്നുള്ളത്. എക്സൈറ്റഡ്. ഹായ്, അപ്പോൾ ഓസി നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു വാട്ട് വാസ് മൈ റിയാക്ഷൻ എന്നുള്ള ടു ഓസീസ് പ്രഗ്നൻസി റിവീൽ. അതൊരു വീഡിയോ എടുത്ത് അയക്കാൻ. അപ്പോൾ ഇതാണ് ആ വീഡിയോ. അപ്പോൾ ഇറ്റ് വാസ് വർക്കിംഗ് ഡേ. ഞാൻ കോളേജിലെന്തോ പോയി കഴിഞ്ഞിട്ട് വന്നേ. അപ്പോഴെന്തോ ആയിരുന്നേ, ഞാനിങ്ങനെ ഇഷാനിയുടെ സിറ്റുവേഷൻ വേറെ ആയിരുന്നു. ഫോണിൽ കൂടെ അറിഞ്ഞതാണ്, ഞാൻ ഫോണിൽ കൂടെ ഒന്നും അല്ലായിരുന്നു. ഞാൻ ഐ തിങ്ക് കോളേജ് കഴിഞ്ഞിട്ട് വൈകുന്നേരം അവിടെ എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് റൂമിൽ ആരോ വന്ന്. ആരായിരുന്നു? ഇറ്റ് വാസ് അഹാന ഓർ മോം, ഞാൻ മറന്നുപോയി. അമ്മയായിരുന്നു. അമ്മ എന്നെ പറഞ്ഞത്. കാരണം 2 പേരും അതേ കാര്യം പറയുമായിരുന്നു. അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ ഓസി ഈസ് പ്രഗ്നൻറ്റ്. ഞാൻ അവിടെ ഇങ്ങനെ എന്തോന്നോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഐ വാസ് ലൈക്ക് വാട്ട് ഐ വാസ് ലൈക്ക് വാട്ട്, ഇപ്പം അല്ലേ കല്യാണം കഴിച്ചു. ഐ വാസ് ദ വൺ ഏറ്റവും ഷോക്ക്ഡ്. ബാക്കി എല്ലാവരും ഞാനിപ്പോൾ ഉണ്ട്. അതുപോലെ ഞാൻ ഓടി അങ്ങോട്ട് ഹാളിൽ പോയി. ഓസി അവിടെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് അവിടെ ഇരിക്കുക. കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഡണ്ണായിട്ടിരിക്കുക. ഇഞ്ചക്ഷൻ ഓസിക്കുമ്പോൾ അതിന് പേടിയല്ലേ. അപ്പം ഞാനിങ്ങനെ ഓസിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ എന്താണ് ഞാൻ എന്താ ഇപ്പം കേൾക്കണേന്ന് ചോദിച്ചപ്പോൾ ഓസി ഞാനിങ്ങനെ അപ്പം ഇതാണ് ഇവിടുത്തെ സംഭവം. ഐ വാസ് റിയലി ഷോക്ക്ഡ്. എനിക്ക് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ പ്രോസസ് ചെയ്തു. ഐ വാസ് ലൈക്ക് അല്ല പ്രഗ്നൻറ്റ് വാട്ട്? നമ്മുടെ ഫാമിലിയിൽ ഇപ്പം ഫസ്റ്റ് പേഴ്സൺ ടു ഗെറ്റ് മാരീഡ്, ഫസ്റ്റ് പേഴ്സൺ ടു ഗെറ്റ് പ്രഗ്നൻറ്റ്, ഇതൊക്കെ ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് ഐ വാസ് സോ ഷോക്ക്ഡ്. ഐ വാസ് ലൈക്ക് ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു. കുറച്ച് നേരം അവിടെ ഞാൻ കസേര ഇരുന്നിട്ട് ടോസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നു. കാര്യങ്ങളൊക്കെ ശരി ഇതായിരുന്നു മൈ റിയാക്ഷൻ. ആൻഡ് അതിനുശേഷം വി ആർ ഓൾ ലൈക്ക് വാവ്, ഇറ്റ്സ് ഗോണ ബി റിയലി നൈസ്, വി ആർ ഓൾ എക്സൈറ്റഡ് ഫോർ ദ ബേബി ടു കം. എന്നിട്ട് എന്തുവാ, ഞാനായിരിക്കും ബേബിയുടെ ഇളയ ആൻറ്റി. ബേബി ഈസ് ഗോയിങ് ടു ഹാവ് സോ മെനി ആൻറ്റീസ്. നമ്മളതൊക്കെ ഇങ്ങനെ കുറേ പറയുമായിരുന്നു. പിന്നെ ഓസി ബോട്ട് എ ലോട്ട് ഓഫ് ബേബി ക്ലോത്ത്സ് ഓസിയുടെ ഫ്യൂച്ചർ ബേബിക്ക്. ദേ വാസ് സോ ക്യൂട്ട്. ഓസി മേടിച്ചിട്ട് ആദ്യം എന്നെയാണ് കാണിച്ചത്. ഓസിൻ്റെ ഇത് നോക്ക്, കുറേ ക്യൂട്ട് ക്ലോത്ത്സും അതിന് മാച്ചിങ് ആയിട്ടുള്ള ചെരുപ്പും മാച്ചിങ് ആയിട്ടുള്ള തൊപ്പിയും ഒക്കെ ഇങ്ങനെ ബേബി ക്ലോത്ത്സ് ഒക്കെ ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഐ എം ലൈക്ക് സീയിങ് ഓൾ ദീസ് ലിറ്ററലി ഇൻ ആർ ഫാമിലി ഫോർ ദ ഫസ്റ്റ് ടൈം. ഇപ്പോൾ എൻ്റെ തന്നെ ചേച്ചിമാർ ഞാൻ ജനിച്ചപ്പോൾ ഇതൊക്കെ കണ്ടോട്ടെ, ന്യൂ ബേബി കമ്മിങ് ആൻഡ് ബേബി ക്ലോത്ത്സ്. പക്ഷെ ഞാൻ എൻ്റെ ഫാമിലി ലാസ്റ്റ് ആയതുകൊണ്ട് ദിസ് ഇസ് അവർ ലൈക്ക് എൻ്റെ ഒരു ന്യൂ എക്സ്പീരിയൻസ്, ഗോയിങ് ടു ബി എ ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും. ഐ ആം ഗോണ ബി സൂപ്പർ എക്സൈറ്റഡ് ബിക്കോസ് ഐ വാസ് ദ വൺ ഹു സോ ഷോക്ക്ഡ്. യു ആർ ഓൾ റിയലി എക്സൈറ്റഡ്. ആൻഡ് പിന്നെ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഐ വാസ് സോ ഷൈ. ഞാനായിരുന്നു ഏറ്റവും ഷൈ ആയത്. എനിക്കറിയില്ല, എനിക്ക് പേരെ നാണമൊക്കെ വന്നു. ഞാൻ ഓസിനെയും അശ്വിനെയും എന്നൊക്കെ നോക്കി. ഇറ്റ് വാസ് എ റിയലി ഒരു വെരി എൻ്റെ മൈൻഡൊക്കെ അങ്ങ് എണീറ്റങ്ങ് ഡാൻസ് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സോ യാ, ഇപ്പോൾ എത്രയാ 5 months ആകാറായി എന്നായി ഗസ്. 4 or 5 months ആവാറായി, സംതിങ് ലൈക്ക് ദാറ്റ്. Soon the baby is gonna come and we are all really excited to welcome the baby. അപ്പോൾ that's all. This was my reaction. ഞാൻ നല്ല ഷോക്ക്ഡ് ആയിരുന്നു, ഷൈ ആയിരുന്നു, കുറേ നേരം അവരെ നോക്കിക്കൊണ്ടിരുന്ന് ആക്ഷനൊക്കെ കാണിച്ചു. അപ്പോൾ അത്രയായിരുന്നു. ഇതാണ് സംഭവം. So yeah, let's all wait for the baby to come. Till then, bye-bye. First of all, Ashur and Diya, many congratulations. എല്ലാവരും അവരവരുടെ ലൈഫിൽ ഫസ്റ്റ് ഹോൾഡ് ചെയ്ത ബേബി വിൽ ബി
your younger sibling. So അതേപോലെ ഞാൻ ഫസ്റ്റ് ഹോൾഡ് ചെയ്ത ബേബി ഇറ്റ് വാസ് അശ്വിൻ. അശ്വിനൊരു കുട്ടി ജനിക്കാൻ പോകുന്നത് കേട്ടപ്പോഴേക്കും ഐ വാസ് സോ എക്സൈറ്റഡ്. ഇതേ ലെവൽ ഓഫ് എക്സൈറ്റ്മെൻറ്റ് ഹാപ്പൺ 6 years ബിഫോർ. ഇറ്റ് വാസ് ആരു. സോ ആ എക്സൈറ്റ്മെൻറ്റിൽ ഒരു തരി പോലും കുറയാതെ നൗ ഓൾസോ ഐ എം വെരി മച്ച് എക്സൈറ്റഡ്. ആക്ച്വലി അവരുടെ ഫോൺ കോൾ വന്നു. അശ്വിനും ദേവിനും ഒരു ദിവസം വിളിച്ചു. അപ്പോൾ കിഷോർ ഫോൺ തന്നിട്ട് പറഞ്ഞു അശ്വിൻ എന്തോ ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് ലീസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു മേ ബി അവർ അപ്പോഴും ഈ UK വിസ പ്രോസസ്സിങ്ങിൻ്റെ ആ ഒരു ഫേസ് ആയിരുന്നു. എന്ന് വെച്ചാൽ അതിന് അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അതെങ്ങാനും ത്രൂ ആയി എന്ന് പറയാൻ വിളിച്ചതാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ വാസ് വെരി വെരി ഹാപ്പി. ബിക്കോസ് ഇത് അത്രയ്ക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ന്യൂസ് അല്ലായിരുന്നു ആ ടൈമിൽ. സോ ഞങ്ങളെക്കാളും എക്സൈറ്റഡ് ആയിട്ട് ഒരാൾ ഇവിടെ ഉണ്ട്. ഓഫ് കോഴ്സ് ആരു. ബേബി വന്ന ഫസ്റ്റ് ഡേ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിരിപ്പുണ്ട്. സോ ആ ലെവൽ ഓഫ് എക്സൈറ്റ്മെന്റ് ആണ് അവൾക്ക്. സോ വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ് അശ്വിൻ ആൻഡ് ദിയ. നിങ്ങളുടെ പാരന്റിങ് ലൈഫ്, ഇനി അങ്ങോട്ടുള്ള പാരന്റിങ് ലൈഫും ഇതുപോലെ ബ്യൂട്ടിഫുൾ ജേർണി ആകട്ടെ. ബെസ്റ്റ് വിഷസ്. ഇനി 3 പേരും അടിച്ചു പൊളിക്കും. So see, from us also, a small heartfelt congratulations for having your first baby on the way. And Dean and for me, OC has always been very close to us. നമ്മളെ വീട്ടിലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന the niece who used to always come to our house, and എൻ്റെ കിഡ്സിന്റെ കൂടെയും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. And she's so much like us. അപ്പോൾ നമ്മള് she blends with us so well, and we are able to have a good company whenever she comes to Bangalore. And for us, she's like a small child, but suddenly she gets married, and she's a self-made woman actually. So actually we are all proud of her. She started her business and she has really done really well. So nammalku admire cheyna oru girl aanu OC. And now she has got married and she's expecting her first child. What do you have to say, Dean? Congrats, OC and Ashwin. OC is still like a baby only, so Yes. our baby is gonna have another baby. Ashwin need to take care of both the babies. Congrats. So OC, we are wishing you a smooth pregnancy and to have a healthy baby. We are all waiting to see your baby. അപ്പോൾ ദിയ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു പ്രഗ്നൻ്റ് ആണെന്ന്. ഡൗട്ടുണ്ട്. അങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റ് എനിക്ക് ദിയ അയച്ചായിരുന്നു. അത് വല്ലാതെ ഒരു ഹാപ്പി ന്യൂസ് ആയിരുന്നു എനിക്ക്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവൾക്ക് വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ ഷീ കെപ്റ്റ് സെയിങ് ഇല്ല നമുക്ക് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ 2-3 തവണ ടെസ്റ്റ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഉറപ്പിക്കാം, കൺഫേം ആണ്. പിന്നെ ഞാൻ അവളോട് പീരിയഡ്സിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ഞാൻ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, കാലണ്ടർ എന്ന് പറഞ്ഞിട്ട്, പീരിയഡ് കാലണ്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു അത് യൂസ് ചെയ്ത് നോക്ക്. അപ്പോൾ പിന്നെ അവര് ട്രൈ ചെയ്തു. സോ വെരി എക്സൈറ്റഡ്. ലിയനാണെങ്കിൽ എന്നെക്കാളും എക്സൈറ്റഡ് ആണ് അവന് ബേബീനെ കാണണമെന്ന്. സോ വെരി ഹാപ്പി, എക്സൈറ്റഡ്, വെയിറ്റിംഗ് ഫോർ ദ മൊമെന്റ്. ജൂലൈ എൻ്റെ ബർത്ത്ഡേയുടെ തൊട്ട് ബാക്കിലായിരിക്കും ബേബിയുടെ ബർത്ത്ഡേ ആവുന്നത്. സോ ഐ എം ഈവൻ മോർ എക്സൈറ്റഡ്. സോ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ലിയൻ, do you know OC has a baby in her belly? Yeah? What do you think? I am sleeping rock. Lian, what name? Baby ke endu peridam? Baby what name? Baby with name. What name do you want to should we put the baby? What? Baby ke endu peridam? Can the baby come to my house? Baby come in your house? Maybe. Tell me, what name should we put the baby? Maybe your name is Cuckoo. Para, what name? Is Cuckoo. Are you excited? Her name is Mimi. Are you excited or no? Okay, what name should we put? You told me a name yesterday. Endu peridam baby ke? Lian? Yeah. Lian what? Lian Junior. Lian Junior. Baby Lian Junior. കൊള്ളാം. ഓസിയുടെ പ്രഗ്നൻസിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റായിട്ട് അറിയുന്നത് കറക്റ്റ് പറഞ്ഞ 7th November ആണ് 2024. അന്ന് നമ്മൾ സ്കോട്ട്ലൻഡിൽ നിൽക്കായിരുന്നു. പുള്ളിക്കാരി ഇങ്ങനെ റാൻഡം ആയിട്ട് തന്നെ വീഡിയോ കോൾ ചെയ്യുന്നു. പുള്ളിക്കാരി ഉണ്ട്, അശ്വിനും ഉണ്ട്. സോ ഐ തോട്ട് ലൈക്ക് നോർമലി ഇന്ന് വിളിക്കുന്ന പോലെ ആയിരിക്കും എന്ന്. അങ്ങനെ ഞാൻ കോൾ എടുക്കുമ്പോൾ ഇവർ എൻ്റെ അടുത്ത് പറയാണ് ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു 3
പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ് വെച്ചിട്ട് അതിൽ ഡബിൾ ലൈൻ വരുന്നൊരു സംഭവം വീഡിയോ കോളിൽ കൂടെ നമുക്ക് കാണിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഐ കുഡിൻ പ്രോസസ് എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഭയങ്കര പെട്ടെന്നായ പോലെ എല്ലാം ലൈക്ക് ഇങ്ങനെ സെപ്റ്റംബറിൽ മാരേജ്, നെക്സ്റ്റ് പ്രഗ്നന്റ്, ഇനിയിപ്പോ ഒരു 5 മാസത്തിൽ നമ്മുടെ കിഡ് വരും. ലൈക്ക് അതായത് നമ്മള് നാട്ടിലേക്ക് പോണ സമയത്ത് കുട്ടി എത്തി അവിടെ, കുട്ടി എത്തി, യെസ്. നമ്മൾ തിരിച്ചു പോകുമ്പോ ഇനി അവിടെ ഒരു ന്യൂ മെമ്പർ ഉണ്ട്. എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ഞാൻ ശരിക്കും അതൊരു പ്രാങ്ക് ആണെന്നാ വിചാരിച്ചത്. ഞാൻ ചോദിക്കുന്നുണ്ട് എന്നെ പ്രാങ്ക് ചെയ്യാനാണോ, ലൈക്ക് എന്താണ് സംഭവം എന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കാൻ എടുക്കുന്നു. ഇവിടെ അവര് ലണ്ടനിൽ വരുമ്പോഴും ലൈക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളിക്കാരുടെ ബെല്ലിയിൽ ഒരു ബേബി ഉണ്ട് എന്നുള്ളത്. ആൻഡ് എനിക്ക് ഇപ്പൊ സംസാരിക്കുമ്പോൾ ഫുൾ നമ്മൾ ആ ബേബിനെ പറ്റി സ്കാൻ അങ്ങനെയായിരുന്നു, സ്കാൻ ഇങ്ങനെ ആയിരുന്നു, ഇതാണ് ഫുൾ ടോക്ക് നമ്മുടെ ഫോണില്. ലൈക്ക് ഞാൻ എനിക്കിപ്പോ ഈ ഇയർ 26 ആവും, അഗിനും 26 ആവും ഏജ്. ആൻഡ് ഷീസ് ടേണിങ് 27 ആൻഡ് അശ്വിൻ ഇസ് ടേണിങ് മേ ബി 29. പക്ഷെ എന്റെ കണ്ണിൽ ഞാനൊരു കിഡാണ്. അതുപോലെ എന്റെ ഫ്രണ്ട്സ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും, നമ്മളെല്ലാവരും കൊച്ചു പിള്ളേർ എന്നുള്ള രീതിക്കാണ് ഞാൻ കൺസിഡർ ചെയ്തോണ്ടിരുന്നത്. ഇപ്പോ ഓൾ ഓഫ് സഡൻ ഷീ ഈസ് മാരീഡ്, ഷീ ഈസ് ഡെലിവറിങ് എ ബേബി സൂൺ. ലൈക്ക് എനിക്കറിയില്ല. I'm just blank. Happy, yeah, just happy for them because ഞാൻ കഴിഞ്ഞൊരു 6-7 വർഷമായിട്ട് എനിക്ക് ഓസിനെ അറിയാം. പുള്ളിക്കാർക്ക് എപ്പോഴും ഒരു നല്ലൊരു ഫാമിലി ബിൽഡ് ചെയ്യണം, നല്ല കുട്ടികളൊക്കെ ആയിട്ട് നല്ലൊരു ഫാമിലി കൊണ്ടുപോകണം എന്നാണ് പുള്ളിക്കാരുടെ എപ്പോഴത്തെ ഒരു ആഗ്രഹം. ഇപ്പൊ രണ്ടുപേർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ബേബി. അപ്പോ ഡാഡി ആൻഡ് മമ്മീനെ അവിടെ വന്നിട്ട് കാണാം. ഓക്കെ, ശരി. ഓസി ഇസ് മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. ഞാൻ കുഞ്ഞിലെ തൊട്ടേ കാണുന്നതാണ് ഓസിയെ. ആൻഡ് ഞങ്ങൾ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ടച്ചിലുള്ള ആൾക്കാരല്ല. ലൈക്ക് ഇയർലി വൺസ് ഞങ്ങൾ മീറ്റ് ചെയ്യും, ബട്ട് ഓൾവേസ് ത്രൂ ഇൻസ്റ്റഗ്രാം ഓർ വാട്സാപ്പ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്സ്റ്റ് ചെയ്യും എപ്പോഴെങ്കിലുമൊക്കെ. ബട്ട് ആ ബോണ്ട് ഇപ്പോഴും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ അറൗണ്ട് ഗ്രാജുവേഷൻ ഫൈനൽ ഇയർ ഒക്കെ ആവുന്ന സമയം തൊട്ട് ഓസി പറയായിരുന്നു ലൈക്ക് ഐ വോണ്ട് ടു ഗെറ്റ് മാരിഡ്, എനിക്കൊരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യണം. That was kind of like a dream for her. And then she finally met Ashwin and they got married, which was like, to be honest, at that particular moment when I was there witnessing her marriage, Nyanum, Anjali, okay, we were like, oh my god, she's finally getting married. Like she found her happily ever after, the right person she found, and she's getting married. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഇമോഷണൽ, ഭയങ്കര ഹാപ്പി ഒക്കെ ആയിരുന്നു. ആൻഡ് പിന്നെ ഇറ്റ് ഗോസ് ഓൺ ലൈക്ക്, ബട്ട് സഡൻലി ഒരു ദിവസം ഇങ്ങനെ ഞാൻ ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനിങ്ങനെ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുവാണ്. സോ ഐ ഗോട്ട് എ കോൾ ഫ്രം ഓസി ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ, റാൻഡംലി ആൾ എന്നെ ഫോൺ ചെയ്യും. ഇപ്പോൾ ഞാൻ പിക്കപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഷീൽ കോൾ മീ ലേറ്റർ ഓർ ഷീൽ ജസ്റ്റ് ലീവ് മീ എ ടെക്സ്റ്റ്, അങ്ങനെയാണ്. ബട്ട് ഈ പർട്ടിക്കുലർ ഡേ ഷി വാസ് ജസ്റ്റ് കണ്ടിന്യൂസ്ലി കോളിങ് മീ. ഐം ലൈക്ക് എന്ത് പറ്റിയോ, സംതിങ് മൈറ്റ് ഹാവ് ഹാപ്പൻഡ്, എന്ത് പറ്റി പെട്ടെന്ന് ഓസി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നേ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഷവറിലാണ്, ഞാൻ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഷവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ ഫോൺ അങ്ങ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞു, എടോ ഞാൻ ഷവറിലാണ്, എന്തെങ്കിലും അത്യാവശ്യമാണ്, ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഷവർ ചെയ്യുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇനി തന്നോടൊരു കാര്യം പറയാനുണ്ട്, പറ്റുമെങ്കിൽ അവിടെ ക്ലോസറ്റിലെങ്ങാനും ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോഴേക്ക് അയാൾ പറഞ്ഞു, എടോ ഞാനങ്ങ് പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഐ വാസ് സോ ഹാപ്പി, സോ എക്സൈറ്റഡ്. അയാളുടെ വോയിസിൽ തന്നെ ഐ ഗോട്ട് ടു നോ ദറ്റ് ഷീ ഈസ് സോ ഹാപ്പി. because I know she always wanted to start a family, and I know കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ, but it is that age where she wants to have her own family. and അയാൾ അത് പറഞ്ഞപ്പോൾ ലൈക്ക് സീരിയസ്ലി ഞാൻ കുറച്ചൊരു 2 മിനിറ്റ് ക്ലോസറ്റിൽ ഇരുന്ന് അങ്ങ് എന്താ പറയണ്ടേ. But I'm so happy for you. And ഓസിയുടെ കുഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും I'm kind of like an auntie to her, or kind of like a partial godmother, because the other part is Anjali. I am a partial godmother and Anjali is the other half godmother, or something like that. But seriously, I am so excited for you and Ashwin. നിങ്ങൾ പാരൻസ് ആകുന്ന കാണാൻ. ആൻഡ് ഐ നോ you'll be a brilliant mother.
യുനോ ഹൻസുവിനെ തന്നെ ഹൻസു കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് ഹൻസുവിനെ ടേക്ക് കെയർ ചെയ്യുന്നത് കണ്ട എനിക്ക് തന്നെ അറിയാം ലൈക്ക് വാട്ട് അമേസിങ് മദർ യുഡ് ബി. All the best, Ado. I just can't wait the day like I can see your baby and you guys as a family together. Oh, all the best, Osi. ഹായ്, എനിക്ക് തോന്നുന്നു ഡിസംബർ എൻഡൊക്കെ ആയപ്പോഴാണ് അശ്വനും ഡി കെയും കൂടെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഭിരാമേ ലൈക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. ലൈക്ക് ഇത് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ലൈക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയി. എന്താ കാര്യം എന്താ, നമ്മൾ പാരൻസ് ആവാൻ പോവുകയാണ്. ഇത് ലിറ്ററലി ഇത് കേട്ടപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു, ലൈക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു എനിക്ക്. നമ്മൾ കൂടെ നിൽക്കുന്ന ക്ലോസ് ഫ്രണ്ട്സ് അവർക്ക് എന്തെങ്കിലും നല്ല സംഭവിക്കുമ്പം ഭയങ്കര അത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല, വേറൊരു നല്ലൊരു സന്തോഷമായിരുന്നു. ഹായ്, അപ്പോൾ അശ്വിൻ ഇസ് ഗിവിങ് മീ വാട്സ്ആപ്പ് കോൾ വൺ ഡേ and like WhatsApp call ஏன்னா நார்மல் கால் தான் எப்போவுமே பண்ணோம். திடீர்னு வாட்ஸ்அப் கால் பண்ணால் ஈவன் ஐ வாஸ் லிட்டில் சர்ப்ரைஸ். லைக் என்னடா திடீர்னு வாட்ஸ்அப் கால்லாம் பண்ணுறானே அப்படின்னு. என்னடா எப்படி இருக்கா ஏன்னா பிகாஸ் மோஸ்ட்லி ஐ வாஸ் திங்கிங் இஸ் கோன் கம் டு பெங்களூர் ஒர்க் ஹிஸ் ஆஃபீஸஸ் இன் Whitefield. So I was thinking okay, he is coming here, probably he wanted to stay or something like that. அப்புறம் நான் லைக் எப்படாக்க நல்லா நான் சரி எல்லாம் கேட்டுக்கிட்டு இருக்கும்போது நான் கேட்கறதுக்கு முன்னாடி என்ன பெங்களூர் வரேன்னு கேட்கறதுக்கு முன்னாடி அவன் லைக் டே சேட்டா நான் அப்பா ஆக போகிறேன். டே அப்பா ஆக போகிறேன். நானும் சரி நீ பெங்களூர் வர போல நம்ம மீட் பண்ணலாம், இல்லைன்னா நான் இது இங்கே தங்க போகிறா போல ரூமில் அப்படின்னு சொல்லி பார்த்தீங்கன்னா அப்பா ஆக போகிறேன் பெரிய குண்டை போடுறேன் அப்படின்னு சொன்னேன். ஆமாண்டா சேட்டான்னா நான் நம்பவே இல்லை. ஐஸ் லைக் ஐ டென்ட் பிலீவ் ஃபார் லைக் 5-10 minutes. ஹி வாஸ் டெல்லிங் அகைன் அண்ட் அகைன், டே ஆமாண்டா சத்தியமாடா ஒரு தடவைக்கு 4 தடவை பண்ணி பார்த்துட்டோம்டா, டெஸ்ட் பண்ணி பார்த்துட்டோம்டா, உண்மைடா நம்புடான்னா நான் நம்பவே இல்லை. அது லைக் நோ லைக் இந்த ദിയാട്ടേ കൊടുക്കാൻ ദിയാട്ടേ കിടന്നത്. അപ്പോൾ ഞാൻ ദിയ എടുത്ത് ചോദിച്ചപ്പോൾ ദിയാസ് ലൈക്ക് ആടാ ചേട്ടാ നല്ല വിശേഷമുണ്ട്. സോ ഐ എം ലൈക്ക് ബ്രോ ലെറ്റ്സ് ഗോ, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ലിയാനാണ് ഏറ്റവും കുഞ്ഞ്, ലൈക്ക് ദ ചോട്ടു ഗായ് ഹൂസ് അറൗണ്ട് എവരിവെയർ ഇൻ ദാറ്റ് പ്ലേസ്. വേറെ കോവളത്തിൽ പോയാലും ബൗളിംഗ് പോയാലും ആർക്കേഡ് ഗെയിംസ് പോയാലും റെസ്റ്റോറൻറ്റ്സ് പോയാലും like he is like the guy, like me again Ashwin we always play pool la hand kittu irukum. Diya kalyanathu pool la land pillow fight nariya nyavum varum. So I was like there is a new person coming to our group, so it is like so yeah let's go. Idu ഇനി അടുത്തടുത്ത് ഒരു ഇതായിട്ട് വരും. അടുത്ത അഗീൻ അഞ്ജലി അഗീൻ ഉണ്ട്. group is slowly growing bigger and bigger. So I'm excited. എന്നാണല്ലോ എല്ലാ ചിന്ന പിള്ളേയും കൂടെ ഞാൻ വിളാടാൻ റെഡി. because കോളത്തിൽ പോയിരിക്കുമ്പോൾ I was carrying Lian in the shoulder and I was going around this thing. And like generally I get along with kids and old people very much. So but I'm personally I'm very happy for these two people because I have seen them for a longer time. You see people grow in their life step by step, building their life, building their empire slowly and things like that. I can see them. I'm really happy for Ashwin and Diya. And for the new person who coming into our gang and their life also. So really excited. Let's go. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും റിയാക്ഷൻ കണ്ടു എന്ന് വിശ്വസിക്കുന്നു, ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് അതിൽ പലതും ഇറ്റ്സ് വെരി ക്ലോസ് ടു മീ. ഐ ഡോണ്ട് നോ ഹു ഓൾ എൻജോയ്ഡ് ഇറ്റ്. പക്ഷേ എനിക്ക് അതിൽ പറഞ്ഞ ഓരോരുത്തരും പറഞ്ഞത് എനിക്ക് ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ആൻഡ് താങ്ക് യു ഓൾ. ഐ മീൻ ഈ വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എൻ്റെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, നിങ്ങളുടെ എഫേർട്ട് ഐ എം സോ ഗ്ലാഡ്. ഞാൻ ഒരാഴ്ച പിന്നാലെ നടന്ന അവസാനം എവ്രിബഡി ഗേവ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സീ യു ഓൾ സൂൺ ഓൺ മൈ നെക്സ്റ്റ് വ്ളോഗ്. ടിൽ ദെൻ ബൈ.